ആൾക്ക് മനസ്സിലാകുന്നത് പ്രാണന്റെ ചേർച്ച കൊണ്ടാണ്. ഒരുവൻ ജീവിതരംഗങ്ങളിൽ വിജയിക്കുന്നത് ബഹിചര പ്രാണനും അന്തശ്ചര പ്രാണനും തമ്മിലുള്ള ചേർച്ചയിലാണ്. ഒരുവൻ കുഴിച്ചുവെക്കുന്ന ചെടി മറ്റൊരുവൻ കുഴിച്ചുവെക്കുന്നതിനേക്കാൾ അവൻ കൊടുത്തിടത്തോളം വളം കൊടുക്കാതെ വളരുന്നതും അത് പ്രയോജനപ്രദമാകുന്നതും അവന്റെ ശ്വാസനിശ്വാസങ്ങളുടെ കണക്കിലാണ്. ഇങ്ങനെ ചില അറിവുകളാണ് അന്തരംഗ സാധനയിൽ ഭാരതീയർ വളർത്തിയെടുത്തത്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരീക്ഷിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഇത് വായിച്ചിട്ട് പ്രസംഗിക്കാൻ പഠിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ഇത് തന്റെ തൊഴിലിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നറിയാൻ പരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞ് മാത്രമാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. ഇത് പ്രാണായാമം കൊണ്ടാണ്. പ്രാണന്റെ ഇന്ദ്രിയമാണ് ആത്മാവ്. വിഷയങ്ങളിലേക്ക് സദാ പോകുന്നതും ബന്ധിക്കുന്നതുമാണ് ഇന്ദ്രിയങ്ങൾ. പഴയകാലത്ത് അമ്മമാർ ഇന്ദ്രിയങ്ങളെ യമിക്കുന്നതിനാണ് ചില പ്രത്യേക രുചികൾ ഉണ്ടാക്കി കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തത്. കാരണം അവർക്ക് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അറപ്പുണ്ടാകണം. ആരോഗ്യത്തിന് അത് അനിവാര്യമാണ്. എന്റെ അമ്മ എനിക്ക് ആഹാരം തന്നു, എന്റെ രുചികൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ഒരു പ്രത്യേകതരം രുചിയെ. ഏതാണ്ട് 6 രസങ്ങളാണ്. 6 രസങ്ങളുടെ കോമ്പിനേഷനുകൾ നിങ്ങൾ എടുത്തു പഠിച്ചാൽ, പെർമ്യൂട്ടേഷൻ എടുത്തു പഠിച്ചാൽ 63 രസങ്ങളാണ്. 6 രസങ്ങൾ വ്യത്യസ്ത അനുപാതത്തിലായാൽ അപരിസംഖ്യേയങ്ങളാണ്. അപ്പൊ അമ്മ അപരിസംഖ്യേയങ്ങളായ രസങ്ങളിൽ നിന്ന് കൃത്യതയുള്ളതെടുത്ത് എനിക്ക് കൃത്യതയുള്ളത് തന്ന് പഠിപ്പിച്ചു വെച്ചാൽ, എന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്ത്രീയെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ, എന്റെ ഗോത്രമാണ്, എന്റെ അമ്മയുടെ സഹോദരന്റെ വീടാണ്, ഒരേതരം ആഹാരമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആ രുചിയിൽ അപരിസംഖ്യേയത്തിലെ ചെറിയ ഭേദമുള്ളതുകൊണ്ട് അത് കാണുമ്പോൾ, അത് അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അത് സ്പർശിക്കുമ്പോൾ, അത് നാവിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ ഒരു അറപ്പുണ്ടാകുമെന്ന് അത് കാണുമ്പോഴേ തീരുമാനമാകുകയാൽ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഇപ്പം വേണ്ട എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. മറിച്ച് ഇത് രൂപപ്പെടുത്താത്ത ഒരിടത്ത് ആരോഗ്യം നഷ്ടപ്പെടുകയും കണ്ടതെല്ലാം വാരി തിന്നുകയും. മനസ്സിലായില്ല. അവസാനം ഇന്ദ്രിയങ്ങളെല്ലാം വികലമാവുകയും ചെയ്യും. അപ്പൊ ഇന്ദ്രിയങ്ങളെ സംയമിപ്പിക്കുന്നതിന് പ്രത്യാഹാരം എന്നൊരു തന്ത്രം അമ്മ കുട്ടിക്കാലം മുതൽ പരിശീലിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് പിടിക്കുമ്പോഴാണ് ശക്തി ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. സ്വച്ഛന്തത അല്ലെങ്കിൽ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ശരീരവേഗങ്ങളെ നിയന്ത്രിക്കാതിരിക്കുകയും മാനസിക വേഗങ്ങളെയും ഇന്ദ്രിയ വേഗങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ശക്തി. കാണുന്നതിന്റെ എല്ലാം പിന്നാലെ പോവുകയല്ല, കേൾക്കുന്നതെല്ലാം നേടാൻ പോവുകയല്ല, അതിനെയൊക്കെ നിയന്ത്രിക്കുകയും മലം മൂത്രം മുതലായവയൊക്കെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യം. പക്ഷെ ആധുനികൻ പരിശീലനം നടത്തിയിരിക്കുന്നത് മലമൂത്രാദികളെ എല്ലാം നിയന്ത്രിക്കുകയും മാനസിക വേഗങ്ങളെ എല്ലാം തുറന്നു വിടുകയുമാണ്. ഇസ് ഇറ്റ് ട്രൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ വിപരീതമാണ് ഭാരതീയ ദർശനം. അങ്ങനെ ഇന്ദ്രിയമാണ് ആത്മാവ്. അത് വളരെ വിപുലമായ വിഷയമാണ്. ശരീരമാണ് ആത്മാവെന്നത്, പ്രാണനാണ് ആത്മാവെന്നത്, ഇന്ദ്രിയങ്ങളാണ് ആത്മാവെന്നത് ഒക്കെ വളരെ വിപുല വിഷയങ്ങളാണ്. അനേക ദിവസം പഠിച്ചാലേ പഠനമാവുള്ളൂ. അത് കഴിഞ്ഞാൽ മനസ്സാണ് ആത്മാവ്. മനസ്സ് ശരീരത്തിലേക്കും ആത്മാവിലേക്കും ചേർന്ന് നിൽക്കുന്നതാണ്. മനസ്സുകൊണ്ടാണ് ഒന്നിൽ നിന്നുള്ള മോചനവും, മനസ്സുകൊണ്ടാണ് ഒന്നിന്റെ ബന്ധവും. അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാങ്കേതിക ശബ്ദം നിങ്ങൾ മറന്നുപോയില്ലെങ്കിൽ, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യം. ഓർമ്മയുണ്ടാവും ഇങ്ങനെ പറഞ്ഞത് തുടക്കത്തിൽ. അതായത് ഞാൻ കാണുന്ന, ഞാൻ കേൾക്കുന്ന, ഞാൻ തൊട്ടറിയുന്ന വസ്തുക്കളിലെ ദേവതകളും എന്റെ ദേവതകളുമായി ചേർന്നിട്ട് എന്റെ അനുഭവം അവിടെ രേഖപ്പെടുത്തി എന്റെ സ്ഥൂല ശരീരവുമായി അത് ചേർന്ന് നിൽക്കുക.
ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന, അങ്ങനൊരു സാധനമുണ്ട്. ഒരിക്കൽ അനുഭവം ഉണ്ടായതിന്റെ സ്മരണ അനേക ജന്മങ്ങളിലേക്ക് നിൽക്കുക. അച്ഛൻ അനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു. അമ്മയ്ക്ക് അനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു, അനുഭവമായിത്തീരുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തില് പ്രാചീന ഭാരതം അച്ഛനമ്മമാരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. കാരണം ലിംഗങ്ങൾ അതിൽ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ മാവ് എന്ന് പഠിച്ച ഒരു അച്ഛന്റെ കുട്ടിയെ